അത് ശങ്കരൻകുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ. ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 4-5 പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവൻകുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ! കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചം വരുന്നു. മതി മതി നിന്റെ ഒരു രോമാഞ്ചം. അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കരൻകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല, പെട്ടിയിൽ വെച്ചിരിക്ക, ആർക്കും സമ്മാനിക്കാൻ. ശരിക്കു പറഞ്ഞ എന്തു കൊടുത്താലും മതിയാവൂ. വെടിവെക്കാൻ ഓർഡർ ആയിട്ടല്ലേ കള. ഫലിത ബിന്ദുക്കൾ. കുളിക്കുന്ന സ്വഭാവമില്ലാത്ത ഒരാളെ സേവന വാരത്തോടനുബന്ധിച്ച് കുറെ പേർ ചേർന്ന് കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ, ഇവൻ വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ കുളിച്ചുകൊണ്ടിരുന്നാൽ, അയ്യോ ഇത് വെളുത്തു വരുന്നതല്ല, എന്റെ ബനിയനാണ്. ചിരിക്കടാ, എടാ ബനിയൻ കറുത്തു പോയതാണെന്ന് മനസ്സിലായില്ലേ? യെസ് കമിങ്. ഈശ്വരാ, കാലത്തെ കണി നന്നായിരിക്കണേ. എംഡി ഇല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? വാട്ട് എ സർപ്രൈസ്! എന്താ കാര്യം? അത് എംഡിയോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല, കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പൊട്ട് പരമനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. യെസ്, ആരാ അവിടെ? ഇത് വൺ മോർ മിസ്റ്റർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ആ ഹെഡ് ഓഫീസിന്റെ കൺസൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം, അവിടെ ഇരുന്നോ. എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, സാക്ഷരത നോട്ടോൺലി ബട്ടോൾസോ. വൺ മോർ തിങ്, യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി, ഞാൻ ഓർത്തില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ. അതിന് ഞാൻ തന്നെ പോണേ, നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി. കുട്ടി ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഐ എം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻകുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസിസ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ആർ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചെലപ്പോ കിട്ടും ചകടത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. സാധനങ്ങൾക്ക് ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമറാണ്. പൂർ ഫെല്ലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ. ഓക്കേ സാർ. ഞാനിപ്പോ വരാം. ചേട്ടാ, ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കില്ല. ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആ കാശ് ഞാൻ വേറെ കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ. അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാനും. കോയമ്പത്തൂരിന്ന് ചരക്ക് വന്നാൽ അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടൻ തെറ്റിക്കേട്ടതാ. ഞാൻ കോയമ്പത്തൂരേക്ക് ചരക്ക് അയച്ചാൽ അവിടുന്ന് കാശ് വരും, അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു വരാമെന്ന് പറഞ്ഞത്. മതി, കുറെ കാലമായി ന്യായം പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പൊ കിട്ടണം കാശ്. അല്ല, ആരാ അത്? അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ എന്താ ഇടപാട്? അത് പിന്നെ യുവത്വത്തിന്റെ പ്രശ്നങ്ങള്. എന്താ ഇടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈറ്റിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്. അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ. മനസ്സിലായില്ലേ? ഇല്ല. ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത കുൽക്കർണി, കുവൈറ്റിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ ആ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്. അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ് ഞാൻ. മമത കുൽക്കർണി അല്ല, മാധുരി ദീക്ഷിതും അല്ല. അത്ഭുതം! സംസാരശേഷി തിരിച്ചു കിട്ടി. നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതിൽ പൂട്ടി താക്കോൽ എന്റെ വീട്ടിലെത്തിക്കണം.
മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം. പിന്നെന്താ, കുടിക്കാലോ. ഒരെണ്ണം കിട്ടിയല്ലേ? എനിക്ക് ഏതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. എനിക്കിപ്പോ രണ്ടാരെന്ന് അറിയണം. പതുക്കെ പറ, അപ്പുറത്തെ ലക്ഷ്മണൻ പിള്ള കേൾക്കും. അയാൾ നമ്മുടെ ഉണക്ക് പാർട്ടിയാ. അങ്ങോട്ട് വന്നേ. ആ, ഇനി പറ. ഒരു പാന്റും വലിച്ചു കയറ്റി ഷൂസ് വിട്ട് ടൈം കെട്ടി ഇങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കാൻ തനിക്ക് നാണമില്ലേടോ? ഒരു കോട്ട് കൂടി ഇടാത്ത എന്താ? കോട്ട് തയ്ക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏയ്, എന്താ അവിടെ? പുതിയ അയൽക്കാരാ, ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതിനു മുമ്പ് തുടങ്ങി ബഹളം. കറക്ക് കമ്പനിയാന്നാ തോന്നുന്നേ. ചേട്ടാ, മുതലാളി കാശ് തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസം അവധി കൂടി കൊടുക്കണം. മാലിന്ന് കുറച്ച് ചരക്കാള് വരാണ്ട്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്നാടോ കാര്യം? പിയൂണിന്റെ ജോലി നോക്ക്. ചേട്ടാ, ഇങ്ങ വന്നേ. ഇങ്ങനെ കുത്തു വാക്കുകൾ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുത്. അവനൊരു ഹാർട്ട് പേഷ്യന്റാ. ചേട്ടാ, ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കിയ എന്റെ കാശ് മുഴുവൻ തീർന്നത്. കാശ് എനിക്കൊരു പ്രശ്നമല്ല. അതൊന്നും പറഞ്ഞ് ചേട്ടനെ വിഷമിപ്പിക്കണ്ട. ബട്ട് വൺ തിങ്, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു നീർക്കുളമയാണ് ഞാൻ. അല്ല, കുമിളയാണ് ഞാൻ. അങ്ങനെ പറയരുത് പരമ. നീ ജീവിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തനിക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് താൻ പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. പക്ഷെ എന്റെ ബ്ലഡ് ക്യാൻസർ മാറിയേട്ടാ. വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ചികിത്സ കൊണ്ട് മാറി സാർ. എന്തിനാടോ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ആദ്യം പ്ലാസ്റ്റിക് കമ്പനി ആയിരുന്നു, പിന്നെ ഇപ്പൊ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ കുറെ ബോർഡുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഒരിടത്ത് മുങ്ങും, മറ്റൊരിടത്ത് പൊങ്ങും. ആരെങ്കിലും കൈ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ മാഡം? പാവം, അയാളായിട്ട് വിഷമിപ്പിക്കുന്ന കണ്ടില്ലേ? അത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അവർക്ക് കൊടുക്കാന് ഒരു പരിചയമില്ലാതെ എന്തിനാ മാഡം? കഴിഞ്ഞ മാസം വാടക ആരും തന്നില്ലല്ലോ, അതിങ്ങെടുത്തേ. കാശില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. തന്നില്ലേ തരം ചെയ്യാ. നിങ്ങക്ക് തരാനുള്ള കാശും കൊണ്ടുവന്നതാ. ആ, സാറും തന്നെ. ഞങ്ങൾക്ക് കാശൊന്നും തരാനില്ലല്ലോ. തരാനുണ്ട്. ദേ, ഉണ്ട് ഉണ്ട്, തരാനുണ്ട്. അതാ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. വളരെ ഉപകാരം. ഇത് എത്രയുണ്ട്? 2000. ബാക്കി അപ്പൊ തരും. ബാക്കിയോ? അതെ, കാശ് തിരിച്ചു തരാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കടം വാങ്ങിക്കാവൂ. മാഡം തരാനുണ്ടായിരുന്ന കാശുണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടന്റെ കടം തീർക്കുമായിരുന്നല്ലോ. കടോ? ആ, സാമ്പത്തിക ഇടപാടുകളിൽ ചുറ്റിക്കളി പാടില്ല. സത്യസന്ധത വേണം. അണ്ടർസ്റ്റാൻഡ്?